ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹുവിനെ അദൃശ്യമായ അവസ്ഥയിൽ കണ്ണുകൊണ്ട് ദൃശ്യമാവാതെ അല്ലാഹുവിനെയും അവന്റെ അദാബുകളെയും ഭയപ്പെടുന്ന ആളുകൾ അവർക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും പരലോകത്ത് വമ്പിച്ച പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇന്നലെ സൂചിപ്പിച്ചു. നേരിട്ട് കാണാതെ അർഹരായ ആളുകൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുക എന്നത് യഥാർത്ഥ ബുദ്ധിയാണ്. എല്ലാം ഞാൻ നേരിട്ട് കാണണം എന്നാലേ വിശ്വസിക്കൂ എന്നത് അപ്രായോഗികമാണ്. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി സംഭവിച്ച കൊറോണ, ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞിരുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. കൊറോണ എന്നൊരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും നാവ് കൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി മുഖം മൂടിക്കെട്ടി നടന്ന ആളുകളുമാണ്. പക്ഷെ ഈ കൊറോണയെ ആരാണ് കണ്ടത് എന്ന് ചോദിച്ചാൽ 10% ആളുകൾ പോലും കണ്ടിട്ടില്ല. എന്നാലും വിശ്വസിച്ചു. കാരണം എന്താ? കൊറോണയുമായി ബന്ധപ്പെട്ട് പറയാൻ വൈജ്ഞാനിക കെൽപ്പുള്ള ആളുകൾ പറഞ്ഞു എന്നാണ് അതിന്റെ കാരണം. തന്നെയാണ് ഏത് വിഷയം. നമ്മൾ അള്ളാനെ കണ്ടിട്ടില്ല, നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, നമുക്കൊട്ട് കാണാൻ കഴിയില്ല. നമ്മൾ മലക്കളെയും കണ്ടിട്ടില്ല. ജിബി ഇസ്ലാം ജബലിനൂറിന് മുകളിൽ റസൂലുള്ളാന്റെ അടുത്ത് വന്ന് ഇറങ്ങി എന്നുള്ളതിന് എന്താ തെളിവ്? ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? നമ്മളാരും കണ്ടിട്ടില്ല. നമ്മളെ തെളിവ് 40 വർഷം സ്വന്തം കാര്യത്തിന് വേണ്ടിയും സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയും സ്വകാര്യമായോ പരസ്യമായോ രാത്രിയോ പകലോ ഒരാളോടോ പല ആളോടുമോ കളവിന്റെ ഒരക്ഷരം ഉരിയാടാത്ത സത്യസന്ധരിൽ സത്യസന്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ് നമ്മളെ തെളിവ്. വേറെന്താ തെളിവുള്ളത്? പറഞ്ഞതിന്റെ പേരിൽ ആൾക്ക് എന്തെങ്കിലും വ്യക്തിലാഭം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ കൊണ്ട് കിട്ടിയത്? നാട്ടുകാർ പുറത്താക്കി. പിന്നെന്താ കിട്ടിയത്? നാടും വീടും ഒഴിവായി. പിന്നെന്താ കിട്ടിയത്? അനുയായികളിൽ പലരെയും കൊന്നു കളഞ്ഞു. പിന്നെന്താ കിട്ടിയത്? ആൾക്കാരിൽ നിന്ന് അടിയിട്ടി ഏറിട്ടി. പിന്നെന്താ കിട്ടിയത്? കുടുംബക്കാരെ കുറെ ആൾക്കാർ പിണങ്ങി. ഇതെന്ത് നാട്ടാളുള്ളത്? എന്നിട്ടും ഈ ആള് ഈ ആശയത്തിൽ ഉറച്ചിക്കണേ. അതൊരു തെളിവാണ്. അതന്നെയാണ് വലിയ തെളിവ്. അല്ലാതെ കൈയിൻ്റെ അടി കൂടി വെള്ളം വന്നോന്നല്ല. അത് തെളിവ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പുറകിലാണ് പലരും ഇത് മനസ്സിലാക്കണില്ല. അതുകൊണ്ടല്ല 63 വർഷം ജീവിച്ചിട്ട് 40 കൊല്ലം ഞാൻ നബിയെന്ന് പറഞ്ഞില്ല. 2/3 ഭാഗവും ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം എന്നത് സ്ഥാപിക്കാനാണ് അള്ളാഹു തആല നിയോഗിച്ചത്. നബിയെന്ന് പറയാനല്ല. നബിയെന്ന് പറഞ്ഞത് 23 കൊല്ലാണ്. പക്ഷെ 40 കൊല്ലം ഈ ആള് എന്ത് പറഞ്ഞാലും ഓക്കെയാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു തആല ജീവിപ്പിച്ചു. അതാണ് തെളിവ്. ഇനി നമുക്കൊന്നും നോക്കണ്ട. ആ മുത്തനബി പറഞ്ഞതൊക്കെയും ശരിയാണ്. പരിശോധിക്കാം, ബുദ്ധിപരമായിട്ട് ശാസ്ത്രീയമായിട്ടൊക്കെ പരിശോധിക്കാം. പക്ഷെ ശാസ്ത്രം പറയാൻ കാത്തിക്കേണ്ട കാര്യമില്ല. കാരണം ശാസ്ത്രം വല്യേട്ടനല്ല, അനുമാനങ്ങളാണ്, ഊഹങ്ങളാണ്. അത് തെറ്റാം ശരിയാവാം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അതാണ് ഞാൻ ഇടയ്ക്ക് എന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന ഒരാളാണ് ബഹുമാന്യനായ പണ്ഡിതൻ ഷാറാവി. അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞ ലോക പണ്ഡിതരിൽ ശ്രദ്ധേയനായ ഒരു ചിന്തകനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഷാറാവി എന്നടിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ അറബി പ്രസംഗങ്ങൾ കിട്ടും. വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ പടച്ചവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആന്നാണ് മറുപടി അറിയാം. സ്വർഗം കണ്ടിട്ടുണ്ടോ? ആ. നരകം കണ്ടിട്ടുണ്ടോ? ആ. അപ്പൊ ചോദിച്ച ആൾ അത്ഭുതപ്പെട്ടു, നിങ്ങൾ എങ്ങനെ അള്ളാനെ കാണുന്നത്? അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടിയാണ് ഈ ഗൈബിയ വിശ്വാസത്തിൽ നമ്മുടെ ആധാരം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ കണ്ണിനൊരു വിശ്വാസമില്ല. കാരണം എന്റെ കണ്ണ് ഉള്ള പലതിനെയും കാണിക്കണില്ല, ഇല്ലാത്ത പലതിനെയും കാണിക്കുന്നുണ്ട്. ഇല്ലാത്ത പലതും കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. വൈകുന്നേര സമയത്ത് താന്നൂർ കടപ്പുറത്ത് പോയാൽ സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് താകുന്നത് പോലെ കാണും. പക്ഷെ ഇല്ലാത്തതാണ്. എന്റെ കണ്ണിന്റെ എന്നെ വഞ്ചിക്കുകയാണ്. അങ്ങനെ സംഭവം ഇല്ല. മരുഭൂമിയിലെ മരപ്പച്ച ഇല്ലാത്തതാണ്. മരീചിക ഇല്ലാത്തതാണ്. ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ ഇല്ലാത്ത പലതിനെയും എന്റെ കണ്ണ് കാണിക്കുകയാണ്, ഉള്ള പലതിനെയും കാണിക്കണില്ല. ഇവിടെ രോഗാണുക്കൾ എത്രയുണ്ട് നമ്മൾ കാണുന്നില്ല.
മലക്കുകളുണ്ട് കാണില്ല, ജിന്നുകളുണ്ട് കാണില്ല, നമ്മുടെ ആത്മാവ് നമ്മൾ കാണില്ല, കൊറോണ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഉള്ള പലതിനെയും കാണില്ല, ഇല്ലാത്ത പലതിനെയും കാണിക്കുന്നുണ്ട്. ഈ കണ്ണിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് എന്റെ കണ്ണിനേക്കാൾ വിശ്വാസം മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണാണ്. മുത്തനബി സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. മുത്തനബി മിഅ്റാജിന്റെ രാവിലെ കാണാത്തൊന്നുമില്ല. ആ റസൂല് പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ആധാരം. അത് എനിക്ക് ഞാൻ കാണുന്നതിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് മുത്തനബി ഒരു കാര്യം കണ്ടാൽ ആ കാര്യം എനിക്ക് ഞാൻ കണ്ടതിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടു 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 എന്ന് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. നമുക്ക് അദൃശ്യമായിരിക്കാം, മുത്തനബിക്ക് ഒന്നും അദൃശ്യമല്ല, എല്ലാം ദൃശ്യമായിരുന്നു. നമ്മുടെ തൗഹീദ് അല്ല മുത്തനബിയുടെ തൗഹീദ്, അനുഭവജ്ഞാനമാണ്. എല്ലാം കണ്ടുകൊണ്ട്, കണ്ണുകൊണ്ട് തന്നെയും കണ്ടുകൊണ്ടുള്ള ഉറച്ച വിശ്വാസമാണ്. അങ്ങനെയല്ലോ, അത് പല ഐറ്റുണ്ടല്ലോ. നമ്മളിതൊക്കെ ഇളകിപ്പോയി. ഇപ്പുറത്ത് ഒരാളെ പ്രസംഗം കേട്ട് ഇളകിപ്പോവും. ഞാൻ ഉദാഹരണം തരാം. അപ്പോ അവിടുന്ന് ഇങ്ങനെ ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു പുക ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ഇങ്ങനെ മനസ്സിലാക്കാം അവിടെ തീയുണ്ട് അല്ലെ, മനസ്സിലായിക്കൂടെ? ആ വിശ്വാസം. അപ്പൊ നമുക്ക് തീയുണ്ട്, അവിടെ തീയുണ്ട്, ഒരു വിശ്വാസം. അപ്പൊ ഒരാള് പറഞ്ഞു അത് തീ ഉണ്ടായിട്ടൊന്നല്ല, ഇങ്ങനെ പുക പോകണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ചെയ്ത്. അപ്പൊ ആ യക്കീൻ അവിടെ പൊളിയാണ്. നേരെ മറിച്ച് നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. അടുത്തേക്ക് എന്നപ്പോ നമ്മൾ തീ ഇങ്ങനെ കണ്ടു. ആ നേരത്തേനേക്കാളെ യക്കീന് കൂടിയില്ലേ? അതിനെ അത് പൊളിഞ്ഞു പോകാൻ പ്രയാസം. എന്നാലും ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് വെറുതെ തോന്നണം, ആയിക്കൂടെ പോണ ആൾക്കാർക്കൊക്കെ തീ ഉണ്ട് എന്ന് തോന്നലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സംശയം വന്നു. അവിടെ യക്കീന് പൊളി. ഈ രണ്ട് യക്കീനും എപ്പോഴും പൊളിയാ. മൂന്നാമത്തെ ഒരു യക്കീനുണ്ട്. അവിടെ പോയി പുക കണ്ടു, തീ കണ്ടു, തൊട്ടു, വിരല് കത്തി. ഈ യക്കീന് പൊളിയില്ല. അത് നമ്മൾ പറയാണ് അവിടെ തീ ഉണ്ടെന്ന് പറഞ്ഞാല് വേറെ ആള് സംശയിപ്പിച്ചിട്ട് പറഞ്ഞു അതെനിക്ക് തോന്നണെന്ന് പറഞ്ഞാല് ഈ കരിഞ്ഞ വിരലുകൊണ്ട് ഒരു അടി കൊണ്ട് കൊടുക്കൂല, കാരണം പൊള്ളിയിട്ടാണ് ഇപ്പൊ വരുന്നത്. അമ്പിയാക്കളെ തൗഹീദ് പൊളിയില്ല, അമ്പിയാക്കളെ യക്കീന് പൊളിയില്ല. അത് ഡയറക്റ്റിന്റെ ആളുകളാണ്. നമ്മളിത് എപ്പോഴും പൊളിയും. കാരണം എന്താ? നമ്മൾ വസ്വാസിൽ പാളിപ്പോകുന്ന ആളുകളാണ്. അതാണ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. പിന്നെ മുസാഫ് ഒന്നും പറയണില്ലല്ലോ, ഫുൾ സ്റ്റോപ്പാണ്, കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. അവിടെ ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. യുവസ്വിസു എന്നൊക്കെ പറഞ്ഞാൽ മുളാരിയ ഫീലാണ്. അതിന്റെ ഗ്രാമർ നിയമം എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഒഴിയാൻ പാടില്ല, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ലോകത്ത് എപ്പോഴും സുനാമിയാണ്, വസ്വാസിന്റെ സുനാമി. ആ പ്രളയത്തിൽ പെടാതെ രക്ഷപ്പെടണമെങ്കിൽ വൈബിൽ ഉറച്ച നിലപാടുണ്ടാവണം. ശാസ്ത്രത്തിനെ വല്യേട്ടനാക്കിയിട്ട് ശാസ്ത്ര പ്രസ്താവനയെ കാത്തിരിക്കുന്ന നാളുകൾ എണ്ണരുത്, അബദ്ധമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അതിന് വേറെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നാളെ മറ്റൊരായത്തിലേക്ക് കടക്കാം. കേട്ടോളൂ. ഇന്നല്ലദീന, നിശ്ചയം ഒരു വിഭാഗം, യഖ്ശൗന അവർ ഭയപ്പെടുന്നുണ്ട്, റബ്ബഹും അവരുടെ റബ്ബിനെ, ബിൽ ഗൈബി അവരുടെ ബിൽ ഖൽബി അവരുടെ ഹൃദയം കൊണ്ട് ഭയപ്പെടുന്നവരാണ്. അപ്പൊ ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ ബിൽ ഖൽബി എന്നർത്ഥം. അത് മറ്റോടത്തും അങ്ങനെ ഉണ്ട്, ഒരു തഫ്സീർ ഉണ്ട്. അല്ലദീന, സൂറത്തുൽ ബഖറന്റെ ആരംഭത്തിൽ അല്ലദീന യുമിനൂന ബിൽ ഗൈബി എന്നുള്ളടത്ത് അല്ലദീന യുമിനൂന ബിൽ ഖൽബി എന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ബിൽ ഗൈബി ഹൃദയം കൊണ്ട് ഭയപ്പെടണം. ഭയപ്പാട് കൈകാലുകളിലല്ല. ഇന്നത്തെ ഒരു ഭയപ്പാടും തഖ്വ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഷാളുമലാണ്. മനസ്സിലായോ? ഇങ്ങ് തിരിഞ്ഞ ആക്ഷൻ ഭാഷയിൽ ഒന്ന് പ്രസംഗിച്ചോട്ടെ, മനസ്സിലായിട്ടുണ്ടോ? ഇത് പുറത്ത് കേൾക്കണ്ടെന്ന് വെച്ചിട്ടാ. ഇന്നത്തെ മിക്കവാറും വിലായത്തും പിന്നെ തഖ്വയും ഒക്കെ എന്താ നിങ്ങള് ഇത് മനസ്സിലായോ? എന്താ ഇതിലാണ് ഇപ്പൊ പൈസ ഉണ്ടാക്കണ എല്ലാ ആൾക്കാരും രംഗത്ത്. ഇവിടെ ഓരോ മുണ്ടും കയ്യുമ്മലൊരു മാലി. എന്നാ ഇനി പൈസക്ക് ഒരു പഞ്ഞുണ്ടാവില്ല. അങ്ങനെ വന്നോണ്ട് ഒരു ഏർവാടിന്റെ ഒരു ബ്രാഞ്ചും തുടങ്ങിയാൽ മതി, സംഗതി ശരി. നിങ്ങൾ ഞാൻ അത് പറയുമ്പോഴായിരിക്കും ഞാൻ ഔലിയാക്കൾ എതിരാളിയാണ്. ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും ഔലിയാക്കൾ എതിരാളിയല്ല.
അവരെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഹക്കായ വിഷയത്തിന് ഡൂപ്ലി കൂടുതലായിരിക്കുമെന്ന് ഈ ഉമ്മത്ത് ഇനിയും മനസ്സിലാക്കാൻ സമയം വൈകരുത്. അതാണ് പറയുന്നത്. ഹക്ക് വളരെ കുറച്ചായിരിക്കും, അതിന്റെ പേരിൽ ഡൂപ്ലി ആയിരിക്കും കൂടുതൽ. ബീവിമാര് ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് വിളക്കോതിയിട്ടുള്ള ദിക്റ്, എന്നിട്ട് അവിടെ ചോറ് കൊടുക്കുക, എന്നിട്ട് തെളിവ് പറയാം. എല്ലാവർക്കും ചോറ് കൊടുക്കുന്ന പാർട്ടിയല്ലേ, ചോറ് കൊടുത്തോണ്ട് മനുഷ്യന് ഈമാൻ ഉണ്ടാവോ? മാതാ അമൃതാനന്ദമായി ചോറ് കൊടുക്കണില്ലേ? സായിബാബ ചോറ് കൊടുക്കാറില്ലേ? അവർക്കൊക്കെ ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റും അവർക്കൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളും ഇല്ലേ? അതുകൊണ്ട് ഇനിയിപ്പോ അവരൊക്കെ പോയിട്ട് സ്വീകരിക്കേ. എല്ലാവർക്കും പറയാനുള്ളതാണ്, ചാരിറ്റി പ്രവർത്തനം നടത്തുന്നില്ല. അതുകൊണ്ട് ഈമാൻ ഉണ്ടാവോ? ആ ഈമാനിൽ അടിസ്ഥാനാണെങ്കിൽ ആദ്യം തൗഹീദും യഖീദൊക്കെ ശരിയാവണ്ടേ, ഒരു മനഹജ് ശരിയാവണ്ടേ. മാർഗം ശരിയാവാതെ എങ്ങനെ കുറെ നല്ലത് കഴിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ദുനിയാവിൽ അതിന് അംഗീകാരം ഉണ്ടായേക്കാം, ആളുകൾ അംഗീകരിച്ചേക്കാം, അതിന് നേട്ടം ഉണ്ടായിരിക്കാം. പക്ഷെ ആഖിറത്തിൽ വിലപ്പോവോ? ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ പാളിപ്പോകും, പാറിപ്പോകും, തകർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഖൽബ് കൊണ്ട് റബ്ബിനെ ഭയപ്പെടുന്നവരാണ്, അവർക്ക് മഗ്ഫിറത്തുണ്ട്, അജ്റുൻ കബീർ, മഹത്തായ പ്രതിഫലമുണ്ട്. അപ്പോ ഹൃദയം കൊണ്ട് ഭയപ്പെടുക, ഇതാണല്ലോ കേന്ദ്രം. യുക്തിവാദിയായ പോരാ, ഭക്തിവാദിയാവണം. ഭക്തിവാദി യുക്തിവാദിയായിരിക്കും, യുക്തിവാദി ഭക്തിവാദിയാവില്ല. അതാ വ്യത്യാസം. ഭക്തിവാദികളാണ് മുസ്ലിമീങ്ങൾ, അവർക്ക് യുക്തി ഉണ്ടാവും, പക്ഷെ യുക്തിവാദിക്ക് ഭക്തി ഉണ്ടാവില്ല. നമ്മൾ യുക്തിവാദികളായ പോരാ, ഭക്തിവാദികളാണ്, അതിന്റെ ഉള്ളിൽ യുക്തി ഉണ്ടാവും. ഭക്തിവാദി ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, നിശ്ചയം ഭക്തിവാദികൾ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന തീച്ചൂട് കയറിയ ആളുകൾ. അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഞാൻ ഇന്നലെ ഒരു കിതാബിൽ കണ്ടു, മഹാനരായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ. അതാണ് ഔലിയാക്കള്. അവര് നിസ്കരിക്കണവരായിരുന്നു, അവർ ശരീഅത്തിന്റെ നിയമങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാള്. ഇന്ന് ഔലിയാക്കൾക്ക് നിസ്കാരമൊന്നും വേണ്ട. ഏതെങ്കിലും ആളുകൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തലകറങ്ങി ഭ്രാന്തന്മാരാണെങ്കിൽ അവരെ വൈക്ക് വിടുക, അവരെ പെന്നാലെങ്ങനെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനോ നിൽക്കണ്ട. അതൊന്നും ദീന് പറഞ്ഞിട്ടില്ല. ചിലപ്പോ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് മാനസിക രോഗം ഉണ്ടാവാം, അവർക്ക് തക്ലീഫ് ഉണ്ടാവില്ല, അവർ നിസ്കരിക്കുന്നുണ്ടാവില്ല. അവരെ വൈക്കാണ്ട് വിട്ടാൽ മതി, കാരണം അവർ ഭ്രാന്തന്മാരാണ്. അവരെ പിന്തുടരൽ ഹറാമാണെന്ന കിതാബിലൊക്കെ ഉള്ളത്. ഇതൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മളെ ഏതെങ്കിലും ആൾക്കാരെ മനസ്സിൽ വെച്ചിട്ട് വെട്ടുകയാണെന്ന്. ഒരിക്കലുമല്ല. കിതാബിലുള്ളത് അവരെ പിന്തുടരൽ ഹറാമാണെന്നാണ്. അവരെ പിന്തുടരൽ ഹറാമാണ്, കാരണം അവർക്ക് ലെവലില്ല. അള്ളാഹിനെ ചിന്തിച്ചുകൊണ്ട് ഭ്രാന്തായ ആളുകളാണ്. അവർക്ക് ആ മജ്ദൂബികൾ എന്ന് പറയും, അവര് മജ്നൂനിയങ്ങൾ തന്നെയാണ്, ഭ്രാന്തന്മാരാണ്. പക്ഷെ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് ഭ്രാന്തായതുകൊണ്ട് അവർ അള്ളാഹിന്റെ മുമ്പിൽ കുറ്റക്കാരാവൂല. ഏതുപോലെ സുലൈഖാബിയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് യൂസുഫ് നബി ഇസ്ലാം അങ്ങോട്ട് കടന്നു വന്ന സമയത്ത് ആ പെണ്ണുങ്ങളൊക്കെ യൂസുഫ് നബിനെ കണ്ടപ്പോ പറഞ്ഞൊരു വർത്താനുണ്ട്, ഇത് മലക്കാണ് എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ശരിയല്ല, പക്ഷെ അത് ലെവല് തെറ്റി പറഞ്ഞതാണ്. എന്നിട്ട് അവർ ശരീരത്തിന് വെട്ടിമുറിച്ചു. അത് തെറ്റല്ല, കാരണം അവര് ലെവല് തെറ്റിപ്പോ ചെയ്തതാണ്. ഇങ്ങനെ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവും, തുണുടുക്കാൻ നടന്നിട്ടുണ്ടാവും. എന്നിട്ട് അതൊക്കെ കറാമത്തായിട്ട് വളർത്തുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ഇപ്പൊ സമുദായത്തിൽ നടക്കുന്നത്. പിന്നെ യഥാർത്ഥ ഔലിയാക്കളില്ലേ? ഉണ്ട്. അവരാരാ? ഒരു കാമ നിന്നിട്ട് ഒരു ഹാത്തം തീർത്തോവ, രാത്രിയിലെ ഉറക്കം വരുമെന്ന് പേടിച്ചിട്ട് ഒരു കാമ ഊന്നി എന്നിട്ട് ഒരു ഖത്തം തീർത്തിട്ട് സുന്നത്ത് സ്കരിച്ച ആളുകൾ, അവരാണ് ഔലിയാക്കൾ. അവരുടെ നേതാവാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. അവരെന്താന്നറിയാം, ഞാൻ മിനിഞ്ഞാന്നൊരു കിതാബിൽ കണ്ടു, സിദ്ദീഖ് എന്നവരുടെ മുമ്പിൽ നരകത്തെ കുറിച്ചുള്ള സംസാരം തുടങ്ങിയാൽ പിന്നെ അവര് ശ്വാസം വിടുമ്പോ മാംസം ഉരുകിയ ഗന്ധം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? സിദ്ദീഖ് എന്നവരുടെ മുമ്പിൽ നരകത്തെ കുറിച്ച് പരാമർശം വന്നാൽ പിന്നെ അവര് ശ്വാസോച്ഛ്വാസം വിശ്വസിക്കുന്ന സമയത്ത് അവരുടെ ആ ശ്വാസത്തിൽ, അവരുടെ ആ വായുവിൽ, വായയിൽ നിന്ന് വരുന്ന വായുവിൽ മാംസം കരിഞ്ഞ ഗന്ധം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഉള്ളിക്കണ്ട് അണ്ട് കേറ്റിട്ട് ഉരുകിയിട്ട് ഇറച്ചിങ്ങനെ കരിഞ്ഞിരുന്നു എന്നാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അതാണ് ഹൃദയം കൊണ്ട് പേടിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാനെ പേടിച്ചിട്ട് താപം കൂടിയിട്ട് ഉള്ളിലുള്ള മാംസം ഉരുകിയെങ്കിൽ അവരെ ഉള്ളിൽ കയറി പടച്ചോന്റെ ചൂട് എത്ര ആയിരിക്കും? അവരാണ് ലോകഭക്തരുടെ ക്യാപ്റ്റൻ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. ഖത്താബിനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ മുഖത്തിന്റെ കണ്ണിന്റെ നേരെ താഴെയായിട്ട് രണ്ട് കറുത്ത വര. ആരെ? ഖത്താബിന്റെ
കുളിപ്പിക്കുന്ന ആൾക്കാർ കുറെ തുടച്ചു, ആ കറുപ്പ് പോണില്ല. അപ്പൊ ഇപ്പുറത്തെ ആള് പറഞ്ഞു ഇനി തുടക്കണ്ട, തൊലി പോകും. കാരണം അത് ഉമർ പടച്ചോനെ പേടിച്ച് കരഞ്ഞിട്ട് വെള്ളം ഒലിച്ചിട്ട് അടയാളം എന്താണ്. സുബ്ഹാനല്ലാഹ്. ഇനി തുറക്കണ്ട, അത് പോകൂല. കാരണം ആ രണ്ട് കവിളുകളിലും കാണുന്ന കറുത്ത വരകൾ പാതിരാവിൽ എണീറ്റുകൊണ്ട് പടച്ചവനെ പേടിച്ചു ഉമർ കരഞ്ഞതിന്റെ അടയാളമാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഹൃദയം കൊണ്ട് പടച്ചവനെ പേടിക്കുന്നവര് ലഹും മഗ്ഫിറത്തും അജ്റുൻ കബീർ, അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് സ്വർഗീയമായ പദവികളും ഉണ്ട്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിട്ട് മുഖത്താവിനെ കണ്ട് ചെരിച്ച് കെടുത്തി പിറകിൽ കുളിപ്പിക്കാനല്ല വെള്ളം പറഞ്ഞിട്ട്. അപ്പൊ രണ്ട് സൈഡിൽ രണ്ട് വരണ്ട്, ബടിയും വരണ്ട്, ബാക്കിലും വരണ്ട്. ഇവിടുത്തെ വര മനസ്സിലായി എന്താ? കണ്ണീര് നിരന്തരമായി വന്ന് കറുത്ത പാട് വന്നതാണ്. ഞാൻ പോവില്ല. അപ്പൊ പുറത്തെ അടയാളം എന്താന്നുള്ളതിൽ സംശയമായി. അപ്പോഴാണ് പെണ്ണുങ്ങൾ പറഞ്ഞത് അതും പോകൂല. കാരണം എന്താ? രാത്രി ഇങ്ങോട്ട് എണീക്കും, എന്നിട്ട് ചാട്ടവാറെടുക്കും, എന്നിട്ട് ഇങ്ങനെ സ്വന്തം ശരീരത്തെ ഹിസാബ് ചെയ്യും. ഉമറേ, ഈ അമീറുൽ മുഅ്മിനീൻ അല്ലേ, നീ വലിയ ആളാണല്ലേ, എന്നാടാ ഈ ഭരണാധികാരിയായത്, എന്തായി എന്താ എന്റെ മനസ്സിലുള്ളത്? എടാ, എന്റെ കൽബിൽ അള്ളാനെ പേടിയുണ്ടോ? കുറെ ഇങ്ങനെ വർത്താനം പറയുമ്പോ ഇടയ്ക്ക് ചാട്ടവാറേറ്റ് ഒരൊറ്റ അടിയാ അങ്ങനെ അടിച്ച അടയാളാണ്, സ്വന്തത്തിന് അടിച്ച അടയാളം. കാരണം എന്തുകൊണ്ട്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ ഇമാമിന് ശാഫിഈ റളിയല്ലാഹു, എന്തായിരുന്നു അവര് വേജാറ്? എന്തായിരുന്നു അവര്? വഫാത്താകുന്ന അന്ന് രോഗമായി കിടക്കുകയാണ്. വഫാത്താകുന്ന അന്ന് പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം മുസ്നി റളിയല്ലാഹു. ആ ശിഷ്യൻ പോയിട്ട് വലിയ പണ്ഡിതനാണ്. അവർ പോയി ചോദിച്ചു, കൈഫ അസ്ബഹത യാ ശൈഖ്. നമ്മൾ ചോദിക്കാനുള്ള എന്തുണ്ട് വിശേഷം, എന്തുണ്ട് വിശേഷം ഉസ്താദേ? അപ്പോഴാണ് ശരീരം വിറച്ചുകൊണ്ട് പറഞ്ഞത്, അസ്ബഹതു മിനദ് ദുനിയാ റാഹില വലിഖ്വാനി മുഫാരിഖാ വലിസൂഇ അമാലി മുലാഖിയാ വലികസിൽ മനിയത്തി ശാരിബാ. അസ്ബഹതു മിനദ് ദുനിയാ റാഹില, എന്താ എന്റെ വിശേഷം? ഞാൻ ദുനിയാവിന്ന് പിരിഞ്ഞു പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ കൂട്ടുകാരോട് വിട പറയുന്ന ദിവസമാണ് ഇന്ന്. ഞാനെല്ലാം തികഞ്ഞവനാണെന്നല്ല പറയുന്നത്. ഈ സദസ്സിലിരിക്കുന്ന ഒരു മഹനീയ വ്യക്തി തന്നെ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, വേഷവിധാനം ഇത്തിരി ഭംഗിയുള്ള വലിയ ആളാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യനോട് ഒരിക്കല് ആഖിബത്തിന്റെ കാര്യത്തിൽ ദ്വാരക്കണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ മഹാനായ മനുഷ്യനോട് പറഞ്ഞത്രേ, അതൊന്നും അത്ര പേടിക്കേണ്ട കാര്യമില്ല, അത് വിഷയമാക്കണ്ട. ഞാൻ അങ്ങനെയുള്ള ദീന് പഠിച്ചിട്ടേ ഇല്ല. ആഖിബത്ത് വിഷയാക്കണ്ട എന്ന് പറഞ്ഞ ഒരു ദീന് ഞാൻ പഠിച്ചിട്ടില്ല. ആഖിബത്താണ് വിഷയം. അത് പറയുമ്പോഴാണ് എല്ലാരും കാര്യ. നമ്മൾ 4 സുജൂദ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് തോന്നുകയാണ് ഇനിയിപ്പോ ആഖിബത്തൊന്നും വിഷയാക്കണ്ടെന്ന്. ഓല ആഖിബത്താണ് വിഷയാവല്. തോളിൽ എത്ര ഉണ്ടുണ്ടായിട്ടും കാര്യമില്ല. അവരെ ആഖിബത്താണ് വിഷയാവല്. അള്ളാഹു അവരെയും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇമാമിന് ഷാഫിയാണ് ഈ വേജാറ് പറയുന്നത്. അവരെക്കാളും വലിയ ആൾ ആരാളുള്ളത്? ഷാഫി ഇമാമിനേക്കാൾ വലിയ ആലിം ആരാളുള്ളത്? വലിയ സൂഇ അമാലി മുലാഖിയ, ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ കണ്ടുമുട്ടാൻ പോവാണ്. അവരെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഖുർആൻ എഴുതലോ, ഗവേഷണം ചെയ്യലോ, കിതാബ് ഉണ്ടാക്കലോ, യുദ്ധം ചെയ്യലോ, പാതിരാവിൽ തഹജ്ജുദ്, ഇതൊക്കെ തെറ്റാണോ? അതല്ലേ ഷാഫി ഇമാം ചെയ്തത്. അവര് കള്ളുടിച്ചിട്ടുണ്ടോ? വ്യഭിചരിച്ചിട്ടുണ്ടോ? പെൺകുട്ടികളെ ചാടിക്കൊണ്ടേച്ചിട്ടുണ്ടോ? അവര് ഗൈബത്തിന്റെ സാഹസിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷെ എന്നിട്ട് അവര് പറയാ, ഞാൻ ചെയ്ത തെറ്റുകളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ഇമാമുന ഷാഫി പിന്നെ പറഞ്ഞു, വലികസിൽ മനിയത്തി ശാരിബാ, ഞാൻ മരണരുചി കുടിക്കാൻ പോവുകയാണ്. ഇന്ന് എന്റെ മരണരുചി കുടിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് ഷാഫി ഇമാം പൊട്ടിക്കരയുകയാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും അജ്റുൻ കബീർ. നമ്മളും കുറച്ചെങ്കിലും ഇതുള്ള ആളുകളായിരിക്കണം. തിരക്കുകളൊക്കെ നടക്കട്ടെ, പണികളൊക്കെ നടക്കട്ടെ, കച്ചവടങ്ങളൊക്കെ നടക്കട്ടെ, ഗൾഫ് പോക്കൊക്കെ നടക്കട്ടെ, ഒന്നും മുടക്കണ്ട. പക്ഷെ കൽബിൽ ഒരു തീച്ചൂട്. അല്ലാ, എപ്പോഴാ മരിക്കുക എന്ന് പറയാൻ പറ്റൂലല്ലോ.
അരി അളക്കുമ്പോഴായിരിക്കും മരിക്കുക, ശീലം മുറിക്കുമ്പോഴായിരിക്കും മരിക്കുക, ജ്വല്ലറി കയറിയപ്പോഴായിരിക്കും മരിക്കുക. മിനിഞ്ഞാന്ന് ഞാൻ വാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാള് പറയുന്നതിനിടയിൽ ആ നാട്ടിലെ പ്രമുഖം മരിച്ചു. വാളിന്റെ ഇടയിൽ മരിച്ചു. മിനിഞ്ഞാന്ന് നിലമ്പൂര്. ഇന്നലെ ഒരാളെ ഞാൻ വാള് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു 2 ദിവസം മുമ്പ് അയൽവാസി ചെറുപ്പക്കാരെ മരിച്ചു, ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു അസുഖം? ഒന്നുമില്ല, ഭക്ഷണം കഴിച്ച് കിടന്നാണ്, ഈ കൂടി ഒരു വേദന, ഡോക്ടറെ അടുത്തുണ്ടായി മരിച്ചു. ഒന്നുമില്ല, ഒരസുഖമില്ല. സുബ്ഹാനമഞ്ചല്ല. ഒരു വേദനന്റെ, ഒരു മരണത്തിന്റെ വേദന കണ്ട് വന്നാൽ എവിടേക്ക് നമ്മൾ ഓടുക? മരണവേദനക്ക് ചികിത്സ ഇല്ലല്ലോ. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഖുർആനാണ്. എന്താണ് ആയത്തിന്റെ ശൈലിയൊക്കെ? ഇതാ ബലഗത്തി തറാഖിയ, എത്തേണ്ടത് തൊണ്ടയിലാണ്ട് എത്തിയാൽ എന്താന്ന് പറഞ്ഞില്ല. കാരണം തൊണ്ടയിലെത്തിയ കഷ്ടപ്പാടുള്ള എന്താന്ന് പറയാൻ തന്നെ അറിയാം. വിഷയത്തിന്റെ ഗൗരവത്തിന് വേണ്ടിയാണ് എന്ത് എത്തി എന്ന് പറയാതിരുന്നത്. തൊണ്ടയ്ക്ക് എത്തേണ്ടതാണ്ട് എത്തിക്കുടുങ്ങിയാൽ ഇതാണ്, അതിന് പിന്നെ ചികിത്സ ഇല്ല. അവരെ ചികിത്സ ഉണ്ട്. വക്കയില, ചുറ്റുഭാഗത്തുള്ള ആളുകൾ വക്കയില പറയപ്പെടും. മൻ റാഖ്, ആരാ ഒന്ന് ഡോക്ടറെ കൊണ്ടുവരിക. അതിന് നേരെ അർത്ഥം ഞാൻ പറയുന്നത്, തൊണ്ടേക്കാണ്ട് റൂഹങ്ങട്ട് എത്തിയിട്ട് ലാസ്റ്റ് സക്രാത്തിന്റെ വേദന സമയത്ത് നോക്കിക്കണ ആളുകൾ പറയും, ആരാണ് ഡോക്ടറെ കൊണ്ടുവരുന്നത്? ആരാ മന്ത്രിക്കണ മൊല്ലാക്കനെ കൊണ്ടുവരുന്നത്? എന്താ ഖുർആന്റെ ശൈലിയൊക്കെ അറിയങ്ങള്. എനിക്ക് മെനിഞ്ഞാന്ന് ഒരാളൊരു വീഡിയോ അയച്ചത്, മാമുട്ടിയൊക്കെയാണോ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏതായാലും എന്റെ മൊബൈലിലുണ്ട്, അത്യാവശ്യമുള്ളവർക്ക് വേണേ ഞാൻ കാണിച്ചു തരാം. എന്താണെന്നറിയോ? ഒരു കുടുംബത്തിൽ കുറെ ആളുകൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. നിങ്ങളാരെയും കണ്ടിങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സാൻഡ്വിച്ചും ജ്യൂസും ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ ഒരാൾ തമാശ പറഞ്ഞപ്പോ എല്ലാരും കൂടി ചിരിക്കുകയാണ്. ഭയങ്കര ചിരി. ചിരിക്കിനിടയില് ഒരു പെമ്പർന്നോള് തരിപ്പി. കാരണം ഭക്ഷണം കഴിച്ച് അവസരിക്കണമെന്ന് വർത്താനം പറയാൻ പാടില്ല എന്ന് ഹദീസല്ലേ. ഈ ശ്വാസനാളോ അന്നനാളോ ഉണ്ടല്ലോ, അത് അടുത്താണ്, തൊട്ടടുത്താണ് നിൽക്കുന്നത്. ശ്വാസനാളോ അന്നനാളോ നിൽക്കുന്നത് തൊട്ടടുത്താണ് നിൽക്കുന്നത്, തൊട്ടടുത്ത്. ശാസ്ത്രം പറയുന്ന കാര്യങ്ങള്, അന്നനാളം നമ്മള് ഈ ശ്വസിക്കുന്ന സമയത്ത് അടഞ്ഞുകൊണ്ടാണ്, അത് തുറന്നു കിട്ടൂല. നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോ ശ്വാസനാളം തുറക്കും, വർത്താനം പറയുമ്പോ തുറന്നിരിക്കും. അത് നമ്മൾ ഭക്ഷണം ചവച്ചരക്കുന്ന സമയത്ത് ഓരോ ഭക്ഷണത്തിന്റെ പൊടി ഇറങ്ങാൻ ആ സമയത്ത് ഇങ്ങനെ തുറക്കും, പിന്നെ അടയും, പിന്നെ അടുത്തതിന് തുറക്കും, പിന്നെ അടയും. ഇവിടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അടയില്ല, തുറന്നങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ ഈ സംസാരത്തിനിടയിൽ ഇത് തുറന്നു നിൽക്കുമ്പോ അന്നനാളത്തിലേക്ക് പോകേണ്ടത് ചെരിഞ്ഞിട്ട് ശ്വാസനാളത്തിലേക്ക് പോയാൽ തരിപ്പും മരിക്കും ചെയ്യും. ഇതാണ് ശാസ്ത്രം പറയുന്നത്. അള്ളാന്റെ റസൂൽ നേരത്തെ പറഞ്ഞു, ഭക്ഷണ സമയത്ത് നിങ്ങൾ സംസാരിക്കരുത് മുഹമ്മദ് മുസ്തഫ. ഈ ശാസ്ത്രമൊക്കെ റസൂലുള്ളാഹിക്ക് എങ്ങനെ തിരിഞ്ഞ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത്. അങ്ങനെ സംസാരിക്കുമ്പോ തരിപ്പി ഒരു പെമ്പർന്നോള്, തരിപ്പിയപ്പോ പിന്നെയും ചിരിക്കുകയാണ്, തരിപ്പീറ്റ് പിന്നെയും ചിരിക്കുകയാണ്, പിന്നെയും തരിപ്പി, അപ്പോഴും ചിരിക്കുകയാണ്, പിന്നെയും ചുമച്ചു, അപ്പോഴും ചിരിക്കുകയാണ്. പിന്നെ കണ്ണും കണ്ട് വല്ലപ്പോ ചിരി നിന്നു, നീച്ചു പോയി. പിന്നെ കൂട്ടച്ചിരിയിൽ ഭക്ഷണം കഴിച്ചിരുന്ന ആ വീട്ടിൽ പിന്നെ കേൾക്കുന്നത് കൂട്ടക്കരച്ചിലാണ്. അങ്ങനെയാണ് മരിച്ചു. ഭക്ഷണം കഴിച്ച് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു മരിച്ചു. എന്റെ മൊബൈലിൽ ആ വീഡിയോ ഉണ്ട്, ആവശ്യക്കാർക്ക് ഞാൻ കാണിച്ചതാ. ചിന്തിക്കണേ. അല്ലാതെ എപ്പോഴാണ് എന്താന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് കളറ് മാറുക, എപ്പോഴാണ് പേര് മാറുക. ഏത് ഭൂമിയിൽ, ഏത് നാട്ടിൽ, ഏത് സമയത്ത്, ഏത് സ്ഥലത്താണ് നമ്മുടെ മരണം എന്നത് നമുക്ക് അജ്ഞാതമാണ്, അറിയില്ല. ഓരോ ശ്വാസവും മരണത്തിലേക്കാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, കൽബോണ്ട് ഇത് ബേജാറാണ്ട് കൂടിയാൽ ലഹും മഗ്ഫറ, അവർക്ക് പാപങ്ങൾ പുറത്തുകിട്ടും, വഅജ്റുൻ കബീർ, മഹത്തായ പ്രതിഫലവും കിട്ടും. എന്തെങ്കിലുമൊക്കെ ചിന്ത അങ്ങോട്ട് കൽബക്ക് കയറ്റിയിട്ട് പേടി ഉണ്ടാക്കുക, അതേ രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പേടി പോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ബില്ലും ബ്രേക്കും ഉണ്ടാവില്ല.
വൈലത്തൂരിന് ഇറക്കത്തില് ചെറുപ്പക്കാരെങ്ങനെ വരികയാണ് സൈക്കിളേറ്റ്. പോലീസുകാരൻ പറഞ്ഞു എന്ത് വരവാ അത്, ബില്ലില്ലേന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു മാറി നാള് സാറേ ബ്രേക്കില്ല. ആ കോലത്തിലപ്പ നമ്മളെ പോക്ക്, ബില്ലുമില്ല ബ്രേക്കും ഇല്ലാത്തൊരു പോക്കാണ്. ഇത് എവിടെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരെയും പടച്ചോൻ അവനെ കുറിച്ചുള്ള തീച്ചൂട് കൽബ് കയറുന്ന മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ബിൽ ഗൈബ് ഐ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് പടച്ചോനെ പേടിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അല്ലാഹുവേ, നീ അംഗീകരിക്കുന്ന യഥാർത്ഥ ഔലിയാക്കളുമായി ദീനുള്ളവരുമായി ഞങ്ങളെ ബന്ധപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ തന്നെയും ആ പാർട്ടിയിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ശരീഅത്തിന്റെ നിയമങ്ങൾ കളഞ്ഞു കുളിച്ചുകൊണ്ട് എന്തൊക്കെയോ കോപ്പിരാട്ടിത്തരങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ജനങ്ങളെ പിടിച്ചെടുക്കുന്ന ആത്മീയ ചൂഷണത്തിൽ നിന്നും അതിന്റെ സാധ്യതകളിൽ നിന്നും അതിന്റെ ക്യാമ്പുകളിൽ നിന്നും അതിന്റെ പാർട്ടികളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഉള്ളിന്റെ ഉള്ളിൽ ഭക്തിയാളുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ഇതിനേക്കാൾ സന്തോഷത്തോടെ സ്വർഗത്തിൽ ചേർത്തി തരണേ അല്ലാ. നരകത്തിന്റെ തീജ്വാലയിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരും യാത്രക്കടയിൽ ഇരുന്നവരുമുണ്ട്. അല്ലാ, സുബഹി നിസ്കാരാനന്തരം പള്ളിയിൽ ഇത്തികാഫിന്റെ നിയ്യത്തോടെ നിന്റെ ഖുർആനിന്റെ ആയത്തും അനുബന്ധ വിശദീകരണങ്ങളും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങളെ സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഏത് സൗകര്യങ്ങൾ കിട്ടിയാലും തമ്മാടിത്തരം ഒപ്പിക്കുന്നവരിൽ പെടുത്തല്ല അല്ലാ. സാഹചര്യങ്ങളിലും സൗകര്യങ്ങളിലും നീ കാണുന്നു എന്ന ബോധം നൽകണേ അല്ലാ. ജീവിത ജാഗ്രത നൽകണേ അല്ലാ. ഭക്തി നൽകണേ അല്ലാ. ഭക്തി ഞങ്ങളുടെ ശക്തിയാക്കണേ അല്ലാ. അല്ലാഹുവേ, കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. കടലിൽ പോയി അരച്ചാൻ വേറിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങളുണ്ട്. അവരെ നീ പട്ടിണിയിലാഴ്ത്തല്ല അല്ലാ. ദുരിതം കൊടുക്കല്ല അല്ലാ. കടത്തിൽ വീഴ്ത്തല്ല അല്ലാ. നിന്റെ കടലിന്റെ ഔദാര്യ സമ്പത്ത് അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. അങ്ങാടികളിൽ കച്ചവടം നടത്തുന്നവരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഓടി നടന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്, അവരുടെ ബിസിനസ്സിലും ബിസിനസിന്റെ മാർഗങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വന്തം കാലിൽ പിടിച്ചു നിൽക്കാനും പാവങ്ങളെ സഹായിക്കാനും നല്ല സംരംഭങ്ങളിൽ കൊടുക്കാനും ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. ഹറാമായ സമ്പത്തിൽ നിന്ന് കാക്കണേ അല്ലാ. കടക്കണിയിൽ പെടുത്തല്ല അല്ലാ. ബാധ്യതകൾ ബാക്കി വെച്ച് മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ മാലിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. ചുറ്റുഭാഗത്തും ബർക്കത്ത് നൽകണേ അല്ലാ. കബറാളികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. കബറുകൾ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പടച്ചവനെ ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അവയവങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആന്തരിക അവയവങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആത്മാവിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കൽബുകളിൽ തേജസ് നൽകണേ അല്ലാ. റൂഹിൽ ഓജസ് നൽകണേ അല്ലാ. വിശ്വാസത്തിൽ ശക്തി നൽകണേ അല്ലാ. പെരുമാറ്റത്തിൽ അംഗീകാരം നൽകണേ അല്ലാ. വാക്കുകളിൽ സ്വാധീനം നൽകണേ അല്ലാ. സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. സ്ഥിതികളിൽ നന്നാക്കി തരണേ അല്ലാ. നിന്നെ പേടിക്കുന്ന കൽബ് നൽകണേ അല്ലാ. നിന്നെ ഓർത്ത് കരയുന്ന കണ്ണ് നൽകണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന പണം നൽകണേ അല്ലാ. ദീനിന് വേണ്ടി സേവന സമർപ്പണത്തിനുള്ള അവയവങ്ങളും ആയുസ്സും ആക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبه يا رب العالمين. اللهم انصر حزب الفلسطين واهلك جيش الاسرائيليين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين. الحمد لله رب العالمين. السلام عليكم.